ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി സമ്മറി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഡു യു തിങ്ക് ദ വുമൺ ഇൻ ദ സ്ട്രീറ്റ് റിയലി നീഡ്സ്? തെരുവിലുള്ള സ്ത്രീക്ക് ശരിക്കും എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ കരുതുന്നത്? ആൻസർ നോക്കാം. ദ വുമൺ ഇൻ ദ സ്ട്രീറ്റ് റിയലി നീഡ്സ് എ പ്ലേസ് ടു സ്ലീപ്പ്. തെരുവിലെ സ്ത്രീക്ക് ഉറങ്ങാനൊരു സ്ഥലമാണല്ലേ ആവശ്യം. ഇറ്റ് ഈസ് ടു കോൾഡ് ഓൺ ദി സ്ട്രീറ്റ് ആൻഡ് ഷീ ഹാസ് നോ പ്ലേസ് ടു ഗോ. തെരുവിൽ എന്തുണ്ട്? വളരെ തണുപ്പാണ്, പിന്നെ അവൾക്ക് പോകാനൊരു സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് സ്ത്രീക്ക് എന്താണ് ആവശ്യം? ഉറങ്ങാനൊരു സ്ഥലമാണ് ആവശ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ മാൻ റെസ്പോണ്ട് ടു ദ വുമൻസ് കോൾ? സ്ത്രീ അപേക്ഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പുരുഷൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ദ മാൻ വോക്സ് ഓൺ. പുരുഷൻ എന്ത് ചെയ്തു? നടക്കുകയാണല്ലേ. ഹീ ഡസൻറ്റ് ലുക്ക് ബാക്ക്. അവൻ അവളെ തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല. ഹീ പ്രിറ്റൻസ് ഹീ കാൺട്ട് ഹിയർ ഹെർ. അവളെ കേൾക്കാൻ കഴിയുന്നില്ലെന്ന് അവൻ അഭിനയിക്കുകയാണ്. ഹീ സ്റ്റാർട്ട്സ് ടു വിസിൽ ആസ് ഹീ ക്രോസസ് ദ സ്ട്രീറ്റ്. അവൻ തെരുവ് കടക്കുമ്പോൾ അവൻ ചൂളമടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഹീ സീംസ് എംബാരസ്ഡ് ടു ബി ദർ. അവിടെ ആയിരിക്കുന്നതിൽ അവൻ എന്തുണ്ട്? വളരെ നാണമുണ്ടല്ലേ, ലജ്ജ തോന്നുകയാണ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ റൈറ്റർ ആസ്ക് അസ് ടു തിങ്ക് ട്വൈസ്? എഴുത്തുകാരൻ നമ്മളോട് 2 തവണ ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ, ദ റൈറ്റർ ആസ്ക് അസ് ടു തിങ്ക് ട്വൈസ് ബിക്കോസ് വി ഓൾ ഹാവ് ടു ഡൈ സൂണർ ഓർ ലേറ്റർ. എഴുത്തുകാരൻ നമ്മളോട് 2 തവണ ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കാരണം നാം എല്ലാവരും ഈ പാരഡൈസ് വിട്ട് പോകേണ്ടവരാണല്ലേ. ഒന്നുകിൽ ഈ അടുത്ത് അല്ലെങ്കിൽ പിന്നീട് നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഈ ലോകം വിട്ട് പോവേണ്ടവരാണ്. വെൻ വി ഡൈ വി വിൽ ഹാവ് ടു ആൻസർ ഫോർ അവർ ഇൻഡിഫറൻസ് ടു അവർ ഫെലോ ഹ്യൂമൻ ബീയിങ്സ് വെൻ വി വേർ ഓൺ ദി എർത്ത്. നമ്മൾ മരിക്കുന്നതിന് മുൻപ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഹ്യൂമൻ ബീയിങ്സിനോട്, അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നവരോട് നമ്മൾ ഇൻഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ പെരുമാറിയിട്ടൊക്കെ ഉള്ളത്. അതിനൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. നമ്മൾ മരിക്കുമ്പോൾ ഭൂമിയിലായിരുന്ന സമയത്ത് നമ്മുടെ സഹമനുഷ്യരോടുള്ള നമ്മുടെ ആ ഒരു ഇൻഡിഫറൻസിനൊക്കെ നാം എന്ത് ചെയ്യണം? ആൻസർ കൊടുക്കേണ്ടി വരും. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ കാൺട്ട് ദ വുമൺ വോക്സ്? സ്ത്രീക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആൻസർ, ദ വുമൺ കാൺട്ട് വോക്ക് ബിക്കോസ് ഷീ ഈസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുമിളകൾ. കാലിൽ എന്തുണ്ട്? അവരുടെ കുമിളകളുണ്ടല്ലേ. അതുകൊണ്ട് എന്താ? അവർക്ക് നടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഷീ ഈസ് ട്രൈങ് ടു വോക്ക്. അവൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദ പെയിൻ ഷീ ഈസ് ക്രൈയിങ്. അവൾ വേദന കാരണം കരയുകയാണ്. അവൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അവൾക്ക് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് അവൾ കരയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. ആർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലേ എന്ന വരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ദ ലൈൻ, ഓഹ് ലോഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഓ ദൈവമേ, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലേ എന്ന വരി വളരെ പ്രധാനമാണ്. The man whom she approached for help is utterly indifferent. സഹായത്തിനായിട്ട് അവളെ സമീപിച്ച ആ മനുഷ്യൻ തീർത്തും നിസ്സംഗനാണ്. She is crying because of the blisters on her soles give her pain as she tries to walk. അതായത് നടക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ കാലിലെ കുമിളകൾ, ബ്ലിസ്റ്റേഴ്സ് എന്താവുന്നുണ്ട്? വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്? കരയാണ് ചെയ്യുന്നത്. ബട്ട് നോബഡി സീംസ് ടു ബി ബോതേർഡ് അബൌട്ട് ഹെർ മിസറബിൾ പ്ലൈറ്റ്. പക്ഷേ അവളുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് ആരും തന്നെ അത് കണ്ടിട്ട് വിഷമിക്കുന്നില്ല.
The question is to the society which has become so callous, so selfish that it just ignores the sufferings of the poor people like the helpless, crying woman in the poem. കവിതയിലെ നിസ്സഹായയായി കരയുന്ന സ്ത്രീയെപ്പോലെ ദരിദ്രരുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കുന്ന തരത്തിൽ അവരുടെ നിർദ്ദയവും കാലസ് എന്നാൽ നിർദ്ദയവും സ്വാർത്ഥവുമായി മാറിയ സമൂഹത്തോടാണ് കവിയുടെ ചോദ്യം. Sixth question. Why is the woman always asked to move on? സ്ത്രീയോട് എപ്പോഴും മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? The woman is always asked to move on because nobody wants her near them. She is driven away from the places she is found, as she has no home to go to. She is constantly on the move, driven from one place to another by the insensitive society. ആർക്കും അവളെ അവരുടെ അടുത്ത് വേണ്ടാത്തതിനാൽ എപ്പോഴും അവളോട് മുന്നോട്ട് പോകാനായി ആവശ്യപ്പെടുന്നു. അവൾ ആരുടെ അടുത്ത് പോകുന്നതും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവളൊരു ദരിദ്രയായ സ്ത്രീയാണല്ലോ. അതുകൊണ്ട് അവളോട് അവിടെ നിന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവളെ എന്ത് ചെയ്യുന്നുണ്ട്? ആട്ടി ഓടിക്കുകയാണല്ലേ ചെയ്യുന്നത്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലൊക്കെ ഭിക്ഷക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണാറുണ്ട് അല്ലേ? അവരെയൊക്കെ ആട്ടി ഓടിക്കും. ഷീ ഈസ് ഡ്രിവൺ എവേ ഫ്രം ദ പ്ലേസസ് ഷീ ഈസ് ഫൗണ്ട്. അവൾ കണ്ടെത്തുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. പോകാൻ വീടില്ലാത്തതിനാൽ സംവേദനക്ഷമതയില്ലാത്ത സമൂഹം അവളെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആട്ടി ഓടിക്കുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ അവൾ എന്താണ്? നിരന്തരം യാത്രയിലാണ്. അവൾക്കൊരു സ്ഥലം ഇല്ല അല്ലേ? താമസിക്കാനോ ഒന്നിനും ഒരു സ്ഥലമില്ല. ആൾക്കാർ അവളെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവൾ നിരന്തരം യാത്രയിലാണെന്നാണ് പറയുന്നത്. Seventh question. Do you think the woman shows perseverance? Give reason. Perseverance എന്നാൽ സ്ഥിരപ്രയത്നം എന്നാണ് അർത്ഥം. സ്ത്രീ സ്ഥിരപ്രയത്നം കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണങ്ങൾ നൽകുക. ആൻസർ. The woman does shows perseverance. The soles of her feet are full of blisters. She feels much pain which she walks. But she is trying to walk and she is trying because of her pain. സ്ത്രീ സ്ഥിരപ്രയത്നം കാണിക്കുന്നുണ്ടല്ലേ? അവളുടെ കാലിൻ്റെ അടിഭാഗത്ത് നിറയെ ബ്ലിസ്റ്റേഴ്സാണ്. പൊള്ളലേറ്റതുപോലെയാണ് കുമിളകൾ ഉള്ളത്. നടക്കുമ്പോഴെന്താണ്? അവൾക്ക് വളരെയധികം വേദന അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അവൾ നടക്കാൻ ശ്രമിക്കുകയാണ്. വേദന കാരണം അവൾ കരയുകയാണല്ലേ? ഷീ ഈസ് ക്രൈയിങ് ബിക്കോസ് ഓഫ് ഹെർ പെയിൻ. അത്രയും വേദന അവൾ സഹിക്കുന്നുണ്ട്. അവൾ നടക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് ദ മെസ്സേജ് ഓഫ് ദ സോങ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പാട്ടിൻ്റെ സന്ദേശം എന്താണ്? ഈ പോയത്തിൻ്റെ സന്ദേശം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ The message of the song is to show compassion to the poor. പാട്ടിൻ്റെ സന്ദേശം ദരിദ്രരോട് അനുകമ്പ കാണിക്കുക എന്നതാണ്. We should know that we are not permanent on this earth. ഈ ഭൂമിയിൽ നമ്മൾ ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളല്ല അല്ലേ? അത് നമ്മൾ അറിയണമെന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളല്ല. After our brief sojourn on this earth. Sojourn എന്നാൽ താമസം. We expect to go to the paradise, where the poor crying woman will also be there. ഈ ഭൂമിയിൽ നമ്മൾ വളരെ കുറച്ചു കാലം മാത്രമാണ് താമസിക്കുന്നത്. ആ താമസത്തിന് ശേഷം പാവപ്പെട്ട കരയുന്ന സ്ത്രീയും ഉണ്ടായിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നാം പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു നാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെയാണല്ലേ പോകുന്നത്. നമ്മൾ നല്ല ആൾക്കാർ, നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരു സ്ഥലത്തേക്ക്, പാവപ്പെട്ടവർ വേറെ സ്ഥലത്തേക്ക്, അങ്ങനെയൊന്നുമില്ല അല്ലേ? എല്ലാവരും ഒരുപോലെയാണ് മരണത്തിന്.